ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മുരളിഗോപിയുടെ തിരക്കഥയിൽ ലാലേട്ടൻ നായകനെത്തിയ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള സിനിമ ഇന്നലെയായിരുന്നല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. എമ്പുരാൻ എന്ന സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രി ഇതുവരെ കാണാത്ത വേറെ ലെവൽ ഡിഗ്രേഡിങ്ങും അതോടൊപ്പം തന്നെ വലിയ ആക്രമണങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിലെല്ലാം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ. സാധാരണ ലാലേട്ടൻ സിനിമകൾ തിയേറ്ററുകളിലെ വലിയ സിനിമകളെല്ലാം തന്നെ എത്തി ഒന്ന് നിരാശപ്പെടുത്തിയ ലാലേട്ടനായിരിക്കും കൂടുതൽ വിമർശനങ്ങളെല്ലാം തന്നെ നേരിടാറുള്ളത്. എന്നാൽ ഇവിടെ ലാലേട്ടനല്ല സിനിമയുടെ സംവിധായകനും ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ മുരളിഗോപിയും ഇതിന് കൂട്ടുനിന്നു എന്ന പേരിൽ ലാലേട്ടനുമാണ് ഇതിനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിലെല്ലാം തന്നെ വലിയ രീതിയിൽ ക്രൂശിക്കപ്പെടുന്നത്. എന്തായാലും സിനിമയായി കാണാനാവാത്തവരാണ് ഇങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. എമ്പുരാൻ സംവിധായകൻ പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ താഴെ കമന്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ പോലും വളരെ മോശം രീതിയിലുള്ള കമന്റുകളെല്ലാം തന്നെയാണ് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ആക്രമണങ്ങൾ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ 2 ദിവസങ്ങൾ പിന്നിടുമ്പോഴും സിനിമയുടെ അണിയറപ്രവർത്തകർ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. പക്ഷേ ഇങ്ങനെയുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ സിനിമയ്ക്ക് വീണ്ടും റീച്ച് നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സിനിമയുടെ ഇന്നലത്തെ ആദ്യ ദിവസത്തെ മാത്രം ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ഒരു മലയാളം പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമയ്ക്ക് കിട്ടാത്ത ലെവൽ ബുക്കിംഗ് ആണ്. 1 ലക്ഷം രൂപ പോലും ടിക്കറ്റുകൾ ആദ്യ ദിവസം നേടിയെടുക്കാനായിട്ട് പാടുപെടുന്ന പല പോസിറ്റീവ് ലഭ്യമായ മലയാളം സിനിമകളുള്ള ഇൻഡസ്ട്രിയിൽ ഇന്നലെ എമ്പുരാൻ റിലീസ് ചെയ്ത ആദ്യ ദിവസം മാത്രം 3,81,000 പരം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു കളക്ഷൻ തന്നെ ആദ്യ ദിവസം സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ മാസ് ലെവൽ ബുക്കിംഗ് ആണ് സിനിമ നേടിയെടുത്തത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സിനിമയ്ക്ക് ഇന്നലെ വന്ന ഡിഗ്രേഡിംഗ് ആക്രമണങ്ങൾ അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കാരണം ഇന്ന് സിനിമ വീഴുമെന്നൊക്കെ പലരും കരുതിയിരുന്നു. എന്നാൽ അവസാന മണിക്കൂറിലെ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുകയാണെങ്കിൽ 11,000-ലധികം ടിക്കറ്റുകളാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രി ഇതുവരെ കാണാത്ത വേറെ ലെവൽ വിമർശകർ ഈ സിനിമയ്ക്കെതിരായിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ സിനിമയ്ക്കെതിരായ വലിയ ആക്രമണങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ലെവൽ ബുക്കിംഗ് ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെല്ലാം തന്നെ വേറെ ലെവൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ അടുത്ത വമ്പൻ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.